എക്കോക്സി സെറ്റിംഗ്സിൽ ഓർഗനൈസേഷൻ ഹെഡിൻ്റെ അണ്ടറിൽ യൂസർ ടൈപ്പിന് ശേഷം വരുന്ന ഓപ്ഷനാണ് യൂസേഴ്സ്. ഈ ഒരു യൂസേഴ്സ് ഫോം വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഓപ്ഷനാണെന്ന് പറയാം. കാരണം ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഒരു ന്യൂ യൂസർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ എക്കോക്സിയിൽ ഇൻപുട്ട് ചെയ്യുന്ന ഏതൊരു എൻട്രിയും അത് ഏത് യൂസറാണ് ചെയ്തതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ യൂസേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ സെറ്റിംഗ്സിനുള്ള ഫോം ഓപ്പൺ ആവുന്നു. ഈ ഒരു ഫോമിൽ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ യൂസറിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു യൂസർ ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫിൽറ്റർ ഓപ്ഷനാണ്. ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ യൂസറിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്കിവിടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ യൂസർ ടൈപ്പ് ഓർ സ്റ്റാറ്റസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുന്ന പോലെ തന്നെ യൂസറിൻ്റെ ഫസ്റ്റ് നെയിം ഓർ ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്തുകൊണ്ട് അപ്ലൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ യൂസറിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായി ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് സെർച്ച് ബാർ ആണ്. ഈ ഒരു സെർച്ച് ബാറിലും നമുക്ക് യൂസറുടെ ഫസ്റ്റ് നെയിം ഓർ ലാസ്റ്റ് നെയിം ഒക്കെ എൻ്റർ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ യൂസറിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായി ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മെനു വരുന്നത് ആഡ് ന്യൂ മെനു ആണ്. ആഡ് ന്യൂ മെനു യൂസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂ യൂസർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷൻ ആണ്. നമ്മളുടെ ഈ ഒരു യൂസർ ഫോമിലുള്ള ഡാറ്റ എല്ലാം എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ന്യൂ യൂസർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ന്യൂ യൂസർ ക്രിയേറ്റ് ചെയ്യാൻ ആഡ് ന്യൂ മെനു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ യൂസറിനുള്ള ഫോം ഓപ്പൺ ആവുന്നു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള യൂസറിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്തതിന് ശേഷം യൂസറുടെ ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് വരുന്നത് യൂസർ ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സെലക്ട് ഓപ്ഷനിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ യൂസറിൻ്റെ യൂസർ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ന്യൂ യൂസർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആഡ് ന്യൂ ഐക്കൺ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഐക്കൺ യൂസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂ യൂസർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂസറിൻ്റെ ഇമെയിൽ ഐ ഡി ഈ ഒരു ഫീൽഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണെന്ന് പറയാം. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു യൂസറിന് എക്കോക്സിയിലേക്കുള്ള ആക്സസ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇമെയിൽ ത്രൂ ആണ്. സോ ഇമെയിൽ ഐ ഡി മാൻഡേറ്ററി ആണ്. നെക്സ്റ്റ് വരുന്നത് ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു യൂസർ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്കാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് ബ്രാഞ്ച് സെലക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാലിഡേഷൻ മെസ്സേജ് ആണ് റിസീവ് ചെയ്യുന്നത്. യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സെൻഡ് ഇൻവിറ്റേഷൻ മെയിൽ എന്നൊരു വാലിഡേഷൻ മെസ്സേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു യൂസറിന് എക്കോക്സിയിലേക്കുള്ള ആക്സസ് അഥവാ ഇൻവിറ്റേഷൻ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇമെയിൽ ത്രൂ ആണ്. ആ ഒരു ഇമെയിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്നും ഈ ഒരു യൂസറിൻ്റെ ഇമെയിലിലേക്ക് ഒരു ഇൻവിറ്റേഷൻ മെയിൽ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻവിറ്റേഷൻ മെയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. ന്യൂ യൂസർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡാറ്റ ടേബിളിൽ നമ്മൾ സേവ് ചെയ്ത യൂസറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഓരോ യൂസറിൻ്റെയും നെയിം, ഇമെയിൽ ഐ ഡി, ബ്രാഞ്ച് നെയിം, യൂസർ ടൈപ്പ്, യൂസർ സ്റ്റാറ്റസ്, ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ബ്രാഞ്ച് നെയിം മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് അലോക്കേറ്റ് ചെയ്ത യൂസേഴ്സിനെയാണ്. മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോക്കേറ്റഡ് ബ്രാഞ്ചസ് എന്ന ടാബ് ഓപ്പൺ ആവുന്നു. ഈ ഒരു ടാബിൽ ഒരു യൂസറിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് യൂസർ സ്റ്റാറ്റസ് ഓപ്ഷനാണ്. സ്റ്റാറ്റസ് ഇൻആക്റ്റീവ്, ഇൻവൈറ്റഡ്, നോട്ട് ഇൻവൈറ്റഡ്, ആക്റ്റീവ്, ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് സ്റ്റാറ്റസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻവൈറ്റഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ മെയിൽ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്ത യൂസേഴ്സിനാണ്. അതുപോലെ നോട്ട് ഇൻവൈറ്റഡ് എന്ന ഓപ്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യാത്ത യൂസേഴ്സിൻ്റെയാണ്. റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇൻആക്റ്റീവ് ചെയ്തിട്ടുള്ള യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. റൈറ്റ് സൈഡിൽ ഒരു ഇമെയിൽ ഐക്കൺ കാണാം. ഈ ഒരു ഇമെയിൽ ഐക്കൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻവിറ്റേഷൻ മെയിൽ സെൻഡ് ചെയ്യാനായിട്ടാണ്. സെൻഡ് ഇൻവിറ്റേഷൻ മെയിൽ എന്ന് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാലിഡേഷൻ മെസ്സേജ് എനേബിൾ ആവുന്നു. യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു യൂസറിന് ഇൻവിറ്റേഷൻ മെയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് മോർ ഓപ്ഷൻസ് ആണ്. ഈ ഒരു മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് എഡിറ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും യൂസറിൻ്റെ
ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് വൺ വരുന്നത് വ്യൂ പെർമിഷൻ ആണ്. ഒരു യൂസറിന് ഏതൊക്കെ മെനൂസ് ആണോ നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ പെർമിഷൻസ് എല്ലാം വ്യൂ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കും. ലാസ്റ്റ് വൺ വരുന്നത് അലോക്കേറ്റ് ബ്രാഞ്ചസ് എന്ന ഓപ്ഷനാണ്. ഒരു യൂസറിന് ഏതൊക്കെ ബ്രാഞ്ചസ് ആണോ നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത് ആ ബ്രാഞ്ചസ് എല്ലാം അലോക്കേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഒരു യൂസറിന് എങ്ങനെയാണ് മെയിൽ ത്രൂ എക്കോക്സി ആക്സസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് നോക്കാം. ഇൻവൈറ്റ് ചെയ്ത യൂസറിന് റിസീവ് ആയിരിക്കുന്ന ഇൻവിറ്റേഷൻ മെയിലാണിത്. ഈ ഒരു മെയിലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ എക്കോക്സിയുടെ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാമാണ്. ഈ ഒരു ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് യൂസറിന് എക്കോക്സി ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആരാണ് ഈ ഒരു മെയിൽ സെൻഡ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. എക്കോക്സി ആക്സസ് ചെയ്യുവാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്കോക്സി ആക്ടിവേഷൻ ചെയ്യാനുള്ള ടാബാണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു ആക്ടിവേഷൻ ടാബിൽ ഫസ്റ്റ് യൂസറിന് ഒരു ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ആണ് വരുന്നത്. യൂസറിന് ഈ ഒരു ഓപ്ഷനിൽ നിന്നും എക്കോക്സി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എക്കോക്സി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം യൂസറിന് ലോഗിൻ ചെയ്യാൻ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് യൂസറിൻ്റെ ഇമെയിൽ ഐ ഡി തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് യൂസർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസറിന് ലോഗിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത യൂസർ ഇൻവിറ്റേഷൻ മെയിൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എക്കോക്സി ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ സ്റ്റാറ്റസ് ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു യൂസർ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.